പ്രിയപ്പെട്ട കുട്ടികളെ, വിക്ടേഴ്സ് ചാനലിലൂടെ നമ്മൾ ഓൺലൈൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗണിതാധ്യാപകൻ വളരെ വിശദമായി കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനായിട്ട് ഈ വീഡിയോ ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഞാൻ നേരിട്ട് പറഞ്ഞു തരാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഡിവൈഡ് ദ സർക്കിൾ ഇൻടു 3, 4, 5, 6, 8, 9, 10, 12 ഈക്വൽ പാർട്സ്. അതായത് വൃത്തത്തെ ആദ്യം 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കണം. എന്നിട്ട് അതിനുള്ളിൽ നമുക്കൊരു പോളിഗൺ വരയ്ക്കണം, അതായത് ഒരു ബഹുഭുജം വരയ്ക്കണം. എന്നിട്ട് ആ ബഹുഭുജത്തിൻ്റെ ഏതെങ്കിലും ഒരു കോൺ അളന്ന് അടയാളപ്പെടുത്തുക. ആദ്യം കോമ്പസ് എടുത്ത് പെൻസിൽ ഘടിപ്പിച്ചിട്ട് നമുക്കൊരു വൃത്തം വരയ്ക്കാം, അതായത് ഒരു സർക്കിൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റേഡിയസ്, അതായത് ആരത്തിലൊരു വൃത്തം വരയ്ക്കണം. വൃത്തം നല്ല ക്ലിയറായിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇനി വൃത്തത്തിൻ്റെ കേന്ദ്രം, അതായത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ അടയാളപ്പെടുത്തുക. ഇനി സെൻറ്ററിൽ നിന്നും വൃത്തത്തിലേക്കൊരു ലൈന് വരയ്ക്കണം. പിന്നീട് ഇപ്പോൾ 3 ഭാഗമായിട്ട് ഭാഗിക്കുമ്പോൾ 120 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് 60 ഡിഗ്രി വെച്ച് എടുക്കാം. അതിന് നമുക്കറിയാം സെറ്റ് സ്ക്വയറിൻ്റെ, അതായത് നമ്മുടെ മട്ടത്തിൻ്റെ 60 ഡിഗ്രിയുള്ള ഒരു മൂലമുണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ചില മട്ടങ്ങൾക്ക് ഈ മട്ടത്തിന് ഇത്തിരി ഒരു കോണ് ശരിയല്ല. അങ്ങനെ വരയ്ക്കുമ്പോൾ ക്ലിയറായിട്ട് നമുക്ക് കോണുകൾ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കോൺ മാപ്പിന് തന്നെ എടുക്കുകയാണ്. അപ്പോൾ കോൺ മാപ്പിന് ഉപയോഗിച്ചിട്ട് ആദ്യം 60 ഡിഗ്രി അടയാളപ്പെടുത്താം കേട്ടോ. നോക്കുക, ഈ സ്കെയിൽ 0 മുതൽ 60 വരെ എണ്ണിയിട്ട് നമുക്ക് 60 ഡിഗ്രി അടയാളപ്പെടുത്തി. എന്നിട്ട് ആദ്യം 60 ഡിഗ്രിയുടെ കോണാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, 60 ഡിഗ്രിയുടെ ഒരു കോണ് കിട്ടി. പക്ഷെ നമുക്ക് 120 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു 60 ഡിഗ്രിയും കൂടെ കൂട്ടിയിട്ട് വേണം. അപ്പോൾ നോക്കുക, ഈ 60-ൽ നിന്ന് നോക്കുക എത്ര വരും? 120 എവിടെയാണ് വരുന്നത്? അപ്പോൾ 120 ഡിഗ്രി തന്നെ അടയാളപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം. 120 ഡിഗ്രി നേരിട്ട് കഴിയുമെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ 60, 60 എന്ന രീതിയിൽ എടുക്കാം. ഇപ്പോൾ ഒരു കോണ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി 2 ഭാഗങ്ങളും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ അടുത്ത 120-ന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺ മാപ്പിനയുടെ ശീർഷം നമ്മുടെ വൃത്തകേന്ദ്രത്തിൽ, അതായത് അതിൻ്റെ ഒരു ബേസ് ലൈൻ എവിടെ വരണം? നമ്മൾ നേരത്തെ വരച്ച ഒരു സൈഡിൽ ഒരു ലൈനിൽ വരക്കത്ത രീതിയിൽ വെച്ചിട്ട് അടയാളപ്പെടുത്തണം. അപ്പോൾ 120 ഡിഗ്രി വന്നിട്ടുള്ളത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇത് 120 ഡിഗ്രിയാണ്. രണ്ടാമത്തെ കോണും 120 ഡിഗ്രി, ഇതും 120 ഡിഗ്രി. ഇപ്പോൾ 3 ഭാഗമായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അതായത് 1/3 എന്നൊക്കെ പറയുന്നത് ഒരു 120 ഡിഗ്രി അല്ലേ? അപ്പോൾ വൃത്തത്തെ 3 ഭാഗമായിട്ട് ഭാഗിച്ചു. അതാണല്ലോ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത്, വൃത്തത്തെ 3 ഭാഗമായിട്ട് ഭാഗിക്കണം. ഞാൻ 120 ഡിഗ്രി തെളിയാൻ വേണ്ടിയിട്ട് ആ 60 ഡിഗ്രിയുടെ ലൈൻ അങ്ങോട്ട് മായ്ച്ച് കളയാണ്. അപ്പോൾ 120 ഡിഗ്രി ഓക്കെ അല്ലേ? 3 ഭാഗമായി വൃത്തം. ഇനി എന്താ പറഞ്ഞത്? ഇത് ഈ ഓരോ ലൈനും വൃത്തത്തിൽ തൊട്ട് വെക്കുന്ന ആ ഭാഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? യോജിപ്പിക്കാം. അപ്പോഴാണല്ലോ നമുക്കൊരു ബഹുഭുജം കിട്ടുന്നത് അല്ലേ? ഇവിടെ ഒരു ലൈൻ വരച്ചു. അടുത്ത ലൈന് ഈ 2 ലൈനിൻ്റെയും വൃത്തത്തിൽ തൊടുന്ന ഭാഗം വെച്ചിട്ട് വരയ്ക്കാം. ഇനി ഇവിടെ ഒരു ലൈനും കൂടെ അങ്ങോട്ട് വരച്ചു. ഇപ്പോൾ നമുക്കൊരു ത്രികോണം അല്ലേ? ഇവിടെ കിട്ടിയ ബഹുഭുജം ഏതാണ്? ത്രികോണം. അതായത് 3 ഭാഗമാക്കിയപ്പോൾ കിട്ടിയത് ത്രികോണം. ഇനി അടുത്തത് നമ്മളോട് എന്താ പറഞ്ഞത്? ഈ ബഹുഭുജത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണ് അളന്ന് എഴുതണം. നമുക്കറിയാം ത്രികോണത്തിന് പലവിധ കോണുകളും വരും. മട്ടകോണാണെങ്കിൽ 90യും 45, 45 അങ്ങനെയല്ല വരുന്നത്. ഇവിടെ ഈ ത്രികോണത്തിൻ്റെ എത്രയാണെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യേണ്ടത്? കോൺ മാപ്പിനെ എടുക്കുക. ത്രികോണത്തിൻ്റെ ശീർഷവും കോൺ മാപ്പിനയുടെ ശീർഷവും ഒരുമിച്ച് വെക്കുക. അതായത് ലൈനുകൾ എന്തായിരിക്കണം? ഒന്നിന് മുകളിൽ ഒന്ന് വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ. ആ കറക്റ്റ് വെച്ചിട്ട്
ലൈന് വരുന്ന ഭാഗത്ത് 0 എടുക്കണം. ഈ 0 ഓക്കെ. 10, 20, 30, 40, 50, 60ലാണ്. 60ൻ്റെ അടുത്ത് കൂടെ അല്ലേ, ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട് അല്ലേ. 60ലാണ് എന്ത് വരുന്നത്, ഈ കോൺ വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഡിഗ്രിയാണ് കോൺ എന്ന് പറയാം, 60 ഡിഗ്രി. അപ്പോൾ ഈ ബഹുഭുജത്തിൻ്റെ കോണളവ് 60 ഡിഗ്രിയാണെന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ